ഇന്ത്യയിലെ മറ്റു ഇൻഡസ്ട്രികൾ ഉറ്റുനോക്കത്തക്കവണ്ണം ഒരു ഫിലിം ഇൻഡസ്ട്രി പുതുതലമുറ തരംഗത്തിൽപ്പെട്ട് അതിൻ്റെ ഏറ്റവും പ്രതാപകാലത്ത് നിൽക്കുമ്പോഴും അതിനെ മുന്നിൽ നിന്ന് നയിക്കുന്നത് തേച്ചാൽ താൻ ഇനിയും മിനുങ്ങും എന്ന് പറഞ്ഞ് തൻ്റെ സിനിമാ പ്രവർത്തനത്തിലൂടെ തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു 70-കാരനാണ് മലയാളത്തിൻ്റെ സ്വന്തം മമ്മൂക്ക. 2023 അവസാനിക്കുമ്പോൾ മലയാള സിനിമാ പ്രേക്ഷകർക്ക് ഓർത്തുവെക്കാനുള്ള 3 സിനിമകളാണ് മമ്മൂക്ക നമുക്ക് നൽകിയത് എന്ന വാക്ക് കുറച്ച് ഉറപ്പിച്ച് തന്നെ പറയണം. കാരണം ഈ 3 സിനിമകൾ നിർമ്മിച്ചത് മമ്മൂക്ക തന്നെയാണ്. മമ്മൂട്ടി കമ്പനി അത് ഇന്ന് പ്രേക്ഷകർക്ക് വിശ്വസിച്ച് ടിക്കറ്റ് എടുക്കാനുള്ള ഒരു മാജിക് കോഡ് നമ്പറാണ്. 2023 തുടക്കത്തിൽ തന്നെ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ കയ്യൊപ്പിൽ നൻപകൽ നേരത്ത് മയക്കവുമായി മമ്മൂക്ക തിയേറ്ററിലെത്തി. ഒരു തിരുക്കുറൽ വാക്യത്തിൽ നിന്നും ആരംഭിക്കുന്ന സിനിമ മഹത്തായ തിരുക്കുറലുകളുടെ ആഴത്തെയും ഹൃദയത്തിൽ സൂക്ഷിക്കുന്നുണ്ട്. ഒരു ഉറക്കത്തിനും ഉണർവിനും ഇടയിൽ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്കുള്ള ശരീരദേശ സംസ്കാരങ്ങളുടെ പരകായ പ്രവേശം. ജെയിംസിൽ നിന്നും സുന്ദരത്തിലേക്കുള്ള യാത്ര ഞാനെന്ന ഭാവത്തിൽ നിന്നും മനുഷ്യത്വത്തിലേക്ക് കൂടിയുള്ളതാണ്. അതിലെ അഭിനയ മികവിന് മമ്മൂക്കയെ തേടി സംസ്ഥാന അവാർഡും എത്തി. അർഹിച്ച അംഗീകാരം എന്ന് മലയാളികൾ ഒന്നടങ്കം പറഞ്ഞു. 2ാമത്തെ സിനിമ കണ്ണൂർ സ്ക്വാഡ്. നൻപകലിൽ നിന്നും ബഹുദൂരം പുലർത്തുന്ന സിനിമ. ഇന്ത്യയിലെ ക്രൈം ത്രില്ലറുകളിൽ ഒരു ട്രെൻഡ് സെറ്ററായി മാറി അതിൻ്റെ കുത്തൊഴുക്ക് ഉണ്ടായതിനു ശേഷവും യാഥാർത്ഥ്യബോധത്തോടു കൂടിയുള്ള സമീപനവും പകരം വയ്ക്കാനില്ലാത്ത ജൈവികതയും സിനിമയെ എക്സെപ്ഷണലാക്കി മാറ്റി. ഒരു യഥാർത്ഥ സംഭവത്തെ അധികരിച്ചു വന്ന സിനിമ കാണാൻ ഒറിജിനൽ കണ്ണൂർ സ്ക്വാഡ് തന്നെ എത്തി. ഇന്ത്യൻ സിനിമയിൽ തന്നെ പോലീസിനെ ഇത്രയും യാഥാർത്ഥ്യബോധത്തോടു കൂടി അവതരിപ്പിച്ച മറ്റൊരു സിനിമ ഉണ്ടായിട്ടില്ലെന്ന് അവരുടെ ഹൃദയത്തിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് നൽകി. സിനിമ 100 കോടി ക്ലബിൽ കയറുകയും ചെയ്തു. 3ാമത്തേത് കാതൽ. നമ്മൾ തിരിച്ചറിയാതെ പോയ പ്രണയത്തിൻ്റെ കാമ്പിനെ പ്രേക്ഷകർ നെഞ്ചേറ്റി. മലയാളത്തിൽ അടുത്ത കാലത്തുണ്ടായ ഏറ്റവും വിപ്ലവകരമായ സിനിമ ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന സിനിമയിലൂടെ മലയാളത്തിൻ്റെ ഗതി മാറ്റിയ ജിയോ ബേബിയുടെ സംവിധാനത്തിൽ വന്ന ചിത്രത്തിൽ മമ്മൂട്ടി ഒരു ഗേ കഥാപാത്രമായാണ് അഭിനയിച്ചത്. മമ്മൂട്ടിക്ക് ആടിത്തീർക്കാൻ പുതുതായി ഒന്നുമില്ല എന്ന് പറഞ്ഞവർക്കുള്ള മറുപടി കൂടിയായിരുന്നു ഈ കാലം കാത്തിരുന്ന കാതൽ. ഇത്തരം ഒരു വേഷം ഇന്ത്യയിൽ ഒരു സൂപ്പർ സ്റ്റാറും ചെയ്യില്ല എന്ന് പ്രേക്ഷകരും സിനിമാ പ്രവർത്തകരും ഒരേ സ്വരത്തിൽ പറഞ്ഞു. നിരവധി വിമർശനങ്ങൾ നേരിട്ടെങ്കിലും അതിനെയെല്ലാം മറികടന്ന് സിനിമ വലിയ വിജയമായി. ഈ സിനിമ സംസാരിച്ച വിഷയങ്ങൾ മലയാളത്തിൽ ഇതിനു മുമ്പും മുഴങ്ങിക്കെട്ടിട്ടുണ്ടെങ്കിലും അവയ്ക്കൊന്നും പ്രേക്ഷക സ്വീകാര്യത ലഭിച്ചിരുന്നില്ല. അവിടെയാണ് കാതൽ ഏറ്റവും പ്രസക്തമാവുന്നത്. കാതലിനൊരു സ്റ്റേറ്റ് അവാർഡ് ലോഡിംഗ് എന്നാണ് എല്ലാവരും ഇപ്പോൾ പറയുന്നത്. 2024 മമ്മൂക്കയുടേതായി പ്രഖ്യാപിച്ച സിനിമകൾ നിരവധിയുണ്ട്. 2023 പോലെ വ്യത്യസ്തമാണ് ഇവയും. രാഹുൽ സദാശിവൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങുന്ന ഹൊറർ ത്രില്ലർ ചിത്രമായ ഭ്രമയുഗം, ഡിനോ ഡെന്നീസിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങുന്ന ഗെയിം ത്രില്ലറായ ബസൂക്ക, വൈശാഖ് മിഥുൻ മാനുവൽ തോമസ് കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങുന്ന മാസ് കോമഡി ആക്ഷൻ ചിത്രം ടർബോ എന്നിവയാണവ. കാത്തിരുന്ന് കാണണം കോശി ബോക്സ് ഓഫീസിന് എന്ത് സംഭവിക്കുമെന്ന്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇനിയിപ്പോൾ ഇഷ്ടപ്പെടാതിരുന്നെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കൂടാതെ വീഡിയോയെക്കുറിച്ചുള്ള കമൻറ്റുകളും നിങ്ങൾ മമ്മൂട്ടിയുടെ ഏത് സിനിമയ്ക്ക് വേണ്ടിയാണ് 2024 ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് എന്ന കാര്യവും കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി 2024 കാണാം. അതുവരേക്കും ഗുഡ് ബൈ.